നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാപ്പ കേസ് പ്രതിയായിരുന്ന സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ, അദ്ദേഹത്തിന്റെ സ്ഥാനം അയാൾക്ക് യോജിച്ചതല്ല, അയാളുടെ രാജി തന്റെ കൊക്കിന് ജീവനമുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും എന്നാണ് വാഴോട്ടുകോണം കൗൺസിലറിനെ കുറിച്ച് UDF കൗൺസിലറായിട്ടുള്ള ശബരിനാഥ് അവകാശപ്പെട്ടത്. പക്ഷേ അത്തരത്തിലൊരു അവകാശവാദം അല്ലെങ്കിൽ ഒരു അഭിപ്രായം അറിയിച്ചുവെങ്കിൽ പോലും നടന്നതെല്ലാം ഇതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യമാണ് എന്നത് നമ്മൾ കണ്ടതാണ്. തുടർച്ചയായ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ഒരു കൗൺസിലറിനെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ അയാൾ അയോഗ്യനാക്കപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് സുഗതന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യമായിരുന്നു അത്. പക്ഷേ അങ്ങനെയിരിക്കെയാണ് UDFിനടക്കം തിരിച്ചടിയായിക്കൊണ്ട് ആ ഒരു അറിയിപ്പ് എത്തുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ കത്ത് സുഗതന്റെ അവധി അപേക്ഷ അനുവദിക്കാവുന്നതാണ്. അത്തരത്തിൽ UDF സർക്കാരിന്റെ തന്നെ കത്ത് ആയുധമാക്കി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ ഞെട്ടിക്കുന്ന നടപടികളാണ് കൈക്കൊണ്ടത്. പിന്നീട് നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ആ കത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ചില നാടകങ്ങളായിരുന്നു എന്ന തരത്തിലാണ്. ചിത്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതന് നൽകിയിട്ടുള്ള മറുപടി കത്തിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പറയേണ്ടുന്നതില്ലാതിരുന്ന ഒരു ഉപദേശം കൂടെ കൂട്ടിച്ചേർത്തു എന്നും ആ ഉപദേശമാണ് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതന് പ്രധാന കച്ചിത്തുരുമ്പായി മാറിയതെന്ന തരത്തിലും വാർത്തകൾ വന്നതാണ്. പിന്നീട് ഈ കത്തിന്റെ നടപടി എന്നോണം ആ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുന്നതും കണ്ടു. എന്നാൽ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു. കാപ്പ കേസിലെ പ്രതിയായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതന് അനുകൂലമായി കത്ത് നൽകിയതിൽ തുടർ നടപടിക്ക് പ്രസക്തിയില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പറയുന്നത്. തദ്ദേശ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് നൽകിയ കത്ത് റദ്ദാക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. സുഗതന് അനുകൂലമായി കത്ത് നൽകിയ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. തദ്ദേശ വകുപ്പ് നൽകിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കത്ത് എഴുതിയതെന്നും സ്വന്തമായ ഒരു തീരുമാനവും ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല എന്നുമാണ് പറയുന്നത്. വിഷയത്തിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര P അരുണിമയെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. സുഗതന് അനുകൂലമായ കത്ത് വിവാദത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാൻ ഇനി സാധ്യതയില്ല. എന്നാൽ സർക്കാരിന്റെ കത്ത് റദ്ദായ സാഹചര്യത്തിൽ R സുഗതന് അനുവദിച്ച അവധിക്കും നിയമപരമായ നിലനിൽപ്പില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷം പരാതി നൽകി കഴിഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ചിത്ര P അരുണിമയുടെ നടപടി അധികാര ദുർവിനിയോഗവും പെരുമാറ്റ ദൂഷ്യവും നിറഞ്ഞതാണെന്നായിരുന്നു സസ്പെൻഷൻ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നതായിരുന്നു ആ വാർത്ത. കാപ്പ കേസിൽ പ്രതിയായ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതന്റെ അവധി അപേക്ഷയിൽ അനുകൂല നടപടിയെടുത്ത സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര P അരുണിമയെ സസ്പെൻഡ് ചെയ്തത് IAS KIS ഉദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദം മറികടന്നാണെന്നാണ് റിപ്പോർട്ട്. പെട്ടെന്ന് കടുത്ത നടപടി വേണ്ടെന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട് തള്ളി കടുത്ത അച്ചടക്ക ലംഘനത്തിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വേണമെന്ന തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ ഉറച്ച നിലപാടായിരുന്നു സസ്പെൻഷനിലേക്ക് നയിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. ചിത്ര P അരുണിമയുടേത് അധികാര ദുർവിനിയോഗവും ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യവുമാണെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലുമുള്ള തീരുമാനങ്ങളെ മറികടന്ന ശുപാർശകളിൽ വെട്ടിത്തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനമായും സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. KS IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം കർശന നടപടികളിലേക്ക് കടക്കാതെ മുന്നറിയിപ്പിൽ ഒതുക്കണമെന്ന അഭിപ്രായം ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോൾ ശക്തമാണ്. എന്നാൽ ഉദ്യോഗസ്ഥർ സർക്കാരിന്റെയോ മന്ത്രിമാരുടെയോ തീരുമാനങ്ങൾക്ക് മുകളിലായി പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന മന്ത്രിയുടെ ഉറച്ച നിലപാടാണ് നടപടിക്ക് കാരണം. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സുഗതന് നിയമപരമായ ആനുകൂല്യം നൽകാനായി ഫയലിൽ മാറ്റങ്ങൾ വരുത്തിയെന്നും ഉദ്യോഗസ്ഥയുടെ നടപടി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത മങ്ങലേൽപ്പിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടാകുന്ന ആഭ്യന്തര സസ്പെൻഷൻ എന്നുള്ളതുകൂടെ ഇവിടെ പ്രസക്തമായിരുന്നു.